ഹായ് മേറ്റ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് ജസ്റ്റ് സിറ്റിയിലേക്ക് പോവാണ്. ഇന്നൊരു നൈറ്റ് ലൈഫ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഇവിടെ വീക്കെൻഡാണ് ഇന്ന്. അപ്പം ജസ്റ്റ് ഞാൻ സിറ്റിയിലേക്ക് പോകും. അപ്പോൾ നിങ്ങളെ സിഡ്നി സിറ്റി ഇതുവരെ കാണിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് സിറ്റി കാണിക്കാമെന്ന് വെച്ചു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ട്രെയിനാണ്. ഇവിടുത്തെ ട്രെയിൻ എല്ലാം ഡബിൾ ഡെക്കർ ട്രെയിനാണ്. ഇതിനുള്ളിലേക്ക് കയറി വരാം. ഇത് മെട്രോ അല്ല, നാട്ടിലെ ഇവിടെ മെട്രോ എന്ന് പറഞ്ഞാൽ വേറെ തന്നെയുണ്ട്. ഇത് ജസ്റ്റ് നമ്മുടെ സിഡ്നി ട്രെയിനാണ്. ഇത് ഡബിൾ ഡെക്കറാണ്. നമുക്ക് വേണമെങ്കിൽ മേലേക്ക് പോകാം, മേലെ പോയിരിക്കാം. ഇത് താഴേക്ക് വേണമെങ്കിൽ താഴെ പോയിരിക്കാം. പിന്നെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് സിഡ്നി ട്രെയിനിൻ്റെ, നമ്മൾ ഏത് ഡിറക്ഷനിലേക്കാണ് ട്രെയിൻ പോകുന്നത് ആ ഡിറക്ഷനിലേക്ക് നമുക്ക് ഇതിൻ്റെ ചെയർ, അതായത് നമ്മുടെ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ട്രെയിൻ അങ്ങോട്ടോ പോകുന്നെങ്കിൽ നമുക്ക് ഇത് ജസ്റ്റ് അങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കാം. ഇപ്പോൾ ട്രെയിൻ അങ്ങോട്ടോ പോകുന്നെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങോട്ട് പുഷ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നമുക്ക് ഇരിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഇരുന്ന് സംസാരിക്കാനുള്ള സൗകര്യമൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെയുള്ളത് എന്താ പറയുക, ഇതിനകത്ത് എമർജൻസി സ്വിച്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇൻ കേസ് എന്തെങ്കിലും ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ലോക്കോ പൈലറ്റിനെ അല്ലെങ്കിൽ ഇതിനകത്ത് കുറേ ഇത് സർവീസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് അവരോട് സംസാരിക്കാൻ വേണ്ടിയുള്ള ബട്ടണാണ് ഇത്, എമർജൻസി ബട്ടൺ. പിന്നെ ഈ കയറി വരുന്ന ഈ ഭാഗമില്ലേ, ഇത് മെയിനായിട്ട് ഈ ഹാൻഡിക്യാപ്ഡ് അങ്ങനെയുള്ള പിന്നെ അല്ലെങ്കിൽ പിള്ളേരൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ ആർക്കാണെങ്കിലും ഇരിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവർ വരുമ്പോൾ അവർക്കാണ് പ്രയോറിറ്റി ഉള്ളത്. പിന്നെ നമുക്ക് അടുത്ത ക്യാരേജിലേക്ക് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പോകാൻ പറ്റും. ഇത് ജസ്റ്റ് പ്രസ് ചെയ്തെങ്കിൽ നമുക്ക് അടുത്ത ക്യാരേജിലേക്ക് ഇങ്ങനെ നടന്നു പോകാൻ പറ്റും. ഇതൊക്കെയാണ് സിഡ്നി ട്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്കിപ്പോൾ ഏത് സ്റ്റേഷൻസാണെന്നുള്ളത് നമുക്കിവിടെ ഡിസ്പ്ലേ ഉണ്ട്. ഈ മേലെ ഡിസ്പ്ലേയിൽ ഓരോ സ്റ്റേഷൻസ് നമുക്ക് എഴുതി കാണിക്കും. അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റും ഉണ്ടാവും, നെക്സ്റ്റ് സ്റ്റോപ്പ് ഏതാണ്. പിന്നെ ഈ ട്രെയിൻ പോകുന്ന റൂട്ടുകൾ ഫുൾ അതിനകത്ത് ഡിസ്പ്ലേയിൽ കാണിക്കും. അപ്പോൾ റൂട്ടൊന്നും ആർക്കും കൺഫ്യൂഷൻ ആവുന്നില്ല. പിന്നെ ഇവിടെ എല്ലാം നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന ആപ്പാണ്. ആപ്പിൽ കാണിക്കും നമുക്ക് ഒരു പ്ലേസിൽ നിന്ന് ഒരു പ്ലേസിലേക്ക് പോകണമെങ്കിൽ ഏത് ട്രെയിൻ കയറണം, ഏത് പ്ലാറ്റ്ഫോമിൽ പോകണം. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു സ്റ്റേഷനിൽ 2 പ്ലാറ്റ്ഫോമിൽ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ട് ഇതിലെ സിറ്റി കൂടെ നടക്കുവാണ്. ഇത് ടൗൺ ഹാൾ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള വ്യൂ ആണിത്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്ട്രീറ്റിലിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാൻസ്പോർട്ടേഷനാണ്. ഇപ്പോൾ നമ്മൾ ട്രെയിന്, പിന്നെ ലൈറ്റ് ട്രെയിൻ, ഇവിടെ ട്രാമിന് ലൈറ്റ് ട്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ ബസ് സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ഫെറീസ് ഉണ്ട്, ഫെറി സർവീസും ഉണ്ട് ഇവിടെ. ഇപ്പോൾ ട്രാമിൻ്റെ ട്രാക്കാണ് ഈ കാണുന്നത്. ഈ കൂടെയാണ് ട്രാം പോകുന്നത്. ഇപ്പോൾ ട്രാം വരുമ്പോൾ കാണിച്ചു തരാം. വരുന്നതാണ് ഇവിടുത്തെ ലൈറ്റ് ട്രെയിന്. ഞാനത് പറഞ്ഞില്ല, ചിലർ ട്രാം എന്ന് പറയും, പക്ഷേ ഇവിടെ സിഡ്നിയിൽ എന്ന് പറയുന്നത് ലൈറ്റ് റെയിൽ എന്നാണ്. ഇതാണ് ലൈറ്റ് റെയിൽ. ഇത് സിറ്റീൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള് ഇങ്ങനത്തെ ലൈറ്റ് റെയിൽസ് ആയിരിക്കും. അപ്പം സിറ്റീൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വണ്ടികളൊന്നും അലൗഡഡ് അല്ല. ഒന്നെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ അതിൽ ട്രാം യൂസ് ചെയ്യുക. ഇതാണ് ലൈറ്റ് റെയിൽ. ഇതിങ്ങനെ ഫ്രീക്വൻ്റായിട്ട് ലൈറ്റ് റെയിൽ ഉണ്ടായിക്കൊണ്ട് അങ്ങോട്ടാണ് സിറ്റി കിടക്കുന്നത്. സിറ്റീൻ്റെ 2 സൈഡിൽ കൂടെയാണ്. ഇത് ഇവിടെ ഫുൾ ഫുഡ് സ്ട്രീറ്റാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ പോകുന്ന ഇവിടെ ജസ്റ്റ് ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. ആ ഇവൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരു മ്യൂസിക് ഷോ നടക്കുകയാണ്. അതിൻ്റെ ജസ്റ്റ് ഇവിടെ വന്ന് നിൽക്കുക സംഭവം. And then he hangs up the phone, letting his voice change its tone, wipes his brow. She's all good for now, and no time is your friend. It runs out at the end. So open your window and blink in the light. നമ്മളങ്ങനെ ഇവിടെ ഒരു ലേസർ ഷോ നടക്കുന്നുണ്ട്. ലേസർ ഷോ കാണാൻ വേണ്ടി വന്നതാണ്. കുറച്ചായിട്ട് നിങ്ങൾ ലേസർ ഷോ കാണും.
ഇന്ന് ഈവനിങ് ഇറങ്ങിയാണ്. പൂരപ്പറമ്പിലെ ആൾക്കാർ പോലെയാണ്, ഭയങ്കര ജനമാണ് വീക്കെൻഡ് ആയതുകൊണ്ട്. പിന്നെ ഇവിടെ വിവിഡ് സിനിമയുടെ ലാസ്റ്റ് ഡേയും കൂടിയാണ്, അതുകൊണ്ടാണ് കൂടുതൽ ഇത്ര റഷ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഒപ്പരേൻ്റെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ പിന്നെ ഭയങ്കര റഷ്, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഒപ്പരേൻ്റെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. ഒപ്പരേനെ അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ കുറേ പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഭയങ്കര ജനമാണ്, അതാണ് ഭയങ്കര റഷാണ്, ഒരു രക്ഷയില്ലാത്തത്. സ്റ്റേഷനിലേക്കുള്ള വഴി ട്രെയിനാണെങ്കിൽ ടീന്നുണ്ടാവും, ഫ്രണ്ടിൽ എല്ലുന്നുണ്ടോ, എല്ലാണെങ്കിൽ ലൈറ്റ് ട്രെയിനും എല്ലാം തൊട്ടടുത്തടുത്ത് തന്നെ. എല്ലാം കണക്ഷൻ നമുക്ക് ഇറങ്ങിയിട്ട് അപ്പുറം ഇപ്പുറത്തേക്കും പോകാൻ വേണ്ടിയിട്ടെല്ലാം അടുത്തടുത്താണുള്ളത്, എല്ലാം അറേഞ്ച് ചെയ്തത്. പിന്നെ കുറച്ച് അപ്പുറം വേണ്ടി ബസ് സർവീസും ഉണ്ടാവും. നമ്മളുള്ളതൊരു ലൈറ്റ് ട്രെയിൻ സ്റ്റേഷനിലാണ്. ഇതാണ് ലൈറ്റ് ട്രെയിൻ, ഇവിടെ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ഇവിടെ ടാപ്പ് ചെയ്യാം, ഇതാണ് ടാപ്പിംഗ് മെഷീൻ. ഇവിടെ ടാപ്പ് ചെയ്യാം, എന്നിട്ട് കയറുക. ഇവിടെ പൈസ എടുക്കില്ല, നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ബാങ്ക് കാർഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഓപ്പൽ എന്ന് പറഞ്ഞൊരു കാർഡ്, ആ കാർഡിൽ എടുത്ത് നമുക്ക് ഇവിടെ കയറി പോകാം. ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ട്രെയിൻ. ഇങ്ങനെ സ്റ്റേഷനിൽ കയറുന്നതല്ലേ, ഇതുപോലെ മെഷീൻസ് ഉണ്ടാവും. നമ്മളതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതില്ലേ, അത് ഓപ്പണായി വരും. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. ഉള്ളിൽ കയറി കഴിഞ്ഞ് വീണ്ടും മോസ്റ്റ് ഓഫ് ദ സ്റ്റേഷൻസും എല്ലാം അണ്ടർഗ്രൗണ്ടാണ്. പിന്നെ ലിഫ്റ്റോ അല്ലെങ്കിൽ എസ്കലേറ്റേഴ്സ് ഉണ്ടാവും, അതെടുത്ത് നമ്മൾ താഴേക്ക് പോകുക. എന്നിട്ട് പ്ലാറ്റ്ഫോം അതിനനുസരിച്ച് നമ്മൾ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോം വരുന്നത് ആ പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മളൊരു സ്റ്റേഷനാണിത്. ഈ സ്റ്റേഷൻ നോക്ക്, ഇതിൻ്റെ ശരിക്കും ഇപ്പോൾ ഞാനിത് അണ്ടർഗ്രൗണ്ടിലുള്ള, ഇതിൻ്റെ അടിയിലേക്ക് ഇനിയും വീണ്ടും 2-3 ഫ്ലോർ താഴേക്കും കൂടിയുണ്ട്. ഇനി മേലേക്ക് കയറണമെങ്കിൽ ഇനി നമ്മൾ മേലേക്ക് കയറി പോകണം. അവിടെയാണ് ബസ് സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഇവിടെ എല്ലായിടത്തും ബോർഡ് ഉണ്ടാവും എങ്ങനെയാണ് പോകേണ്ടതെന്ന്. ബസ് വേണ്ടവർക്ക് ഈ എസ്കലേറ്റർ കയറിയിട്ട് ബസ് സ്റ്റേഷനിലേക്ക് പോകും. അങ്ങനെ സിഡ്നിയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നടക്കുകയാണ് രാത്രി. ഇത് ടൗണിൻ്റെ ഏതോ ഒരു ഡെഡ് എൻഡാണ്. നമ്മൾ മെയിൻ സിറ്റി സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പേരെ കാണാൻ വേണ്ടിയിട്ട്. ഇത് സർക്കുലർ കീ എന്ന് പറഞ്ഞ സ്ഥലമാണ്. സർക്കുലർ കീ നിന്ന് ഒപ്പരയിലേക്ക് പോകുന്ന വഴിയാണിത്. ഇന്ന് ഭയങ്കര ക്രൗഡ് ഉണ്ട്. നോക്കി, ഇതാണ് നമ്മുടെ ഡാർലിംഗ് ഹാർബർ ബ്രിഡ്ജാണ്. ഇത് ഡാർലിംഗ് ഹാർബർ ബ്രിഡ്ജാണിത്. ഇവിടെ വെച്ചാണ് നമ്മൾ എൻ്റെ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ന്യൂ ഇയർ പ്രോഗ്രാംസിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കണ്ടോ, ആൾക്കാരുടെ ജനം എന്ന് പറയുന്നത് ഭയങ്കര ജനമാണ്. വീക്കെൻഡ് കൂടിയാണ് ഇന്ന്, അതാണ്. നമ്മൾ ഒപ്പരയിലേക്ക് പോകുന്ന വഴിയാണ്. സർക്കിളക്കിൽ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ഒപ്പരയിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 100 മീറ്റർ ഉള്ളൂ. ഈ പോകുന്ന വഴി ഫുള്ള് നോക്കിയേ, ഫുള്ള് ഈട്രീസിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തേക്കാണ്. ഈ വരുന്നവരൊക്കെ ഒപ്പര പോയിട്ട് തിരിച്ചു വരുന്നവരാണ്. അങ്ങനെ നടന്ന് ഒപ്പരേൻ്റെ അടുത്തെത്തിയേ. ഒപ്പരയിൽ ലൈറ്റ്, നീ കുറച്ച് നേരം ഒപ്പരയിൽ ലൈറ്റ് കണ്ടുകൊണ്ടിരിക്കുക. അത് രക്ഷയുള്ളൂ. ഇവിടെ ഒന്നുമില്ല, ഫുള്ളെന്ന് എന്നല്ല ഭയങ്കര ജനം. ഇത്ര ക്രൗഡഡ് ആദ്യമായിട്ട് കാണുന്നത്, ടു മച്ച്. ഇത് ന്യൂ ഇയറിന് ശേഷം ഇത്രയും ക്രൗഡ് ഞാൻ ഇന്ന് ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഹാർബർ ബ്രിഡ്ജിൻ്റെ വ്യൂ ആണിത്. ഹാർബർ ബ്രിഡ്ജ് ഉണ്ടോ ഒപ്പേഴ. ഇപ്രാവശ്യം സീ ആട്ടോ, ഇപ്രാവശ്യം ഫിഷും അങ്ങനത്തെ ഇതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. എനിക്കൊന്ന് വർഷത്തിന് സീ ആണെന്ന് തോന്നുന്നു. ഫിഷ് കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഒപ്പേരയിലെ പ്രശ്നത്ത്. ഇവിടെയാണ് ന്യൂ ഇയർ പ്രോഗ്രാം മെയിനായിട്ട് നടക്കുന്നത്. ഒപ്പേരയും ഈ കാണുന്ന ഹാർബർ ബ്രിഡ്ജില്ലേ, ഇവിടെ വെച്ചാണ് ഫയർ വർക്ക്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഇതിലാണ് ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ താഴെയാണ് ഇത് ഫുൾ ഈറ്ററീസ് ആണ്. പക്ഷെ ഇന്ന് ഭയങ്കര ജനമായിപ്പോയി, ഭയങ്കര ക്രൗഡ്. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ ശരിക്കും ഒപ്പര എന്നല്ല പറയേണ്ടത്, ഓപ്പറ ഹൗസ് എന്നാണ് പറയേണ്ടത്. നമ്മളിങ്ങനെ മലയാളത്തിൽ പറഞ്ഞ ഒപ്പര എന്ന് പറഞ്ഞ് ശരിക്കും ഇത് ഓപ്പറ ഹൗസ് എന്നാണ് പറയുന്നത്. അത് ഇത് കാണുന്ന വീഡിയോ കാണുന്നത് എല്ലാവർക്കും മിക്കവർക്കും തന്നെ അറിയാം. പിന്നെ നമ്മൾ പറഞ്ഞ് ശീലിച്ചത് ഒപ്പേര ഹൗസ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും അങ്ങനെ പറഞ്ഞത്. ശരിക്കും കറക്റ്റ് ഓപ്പറ ഹൗസ് എന്നാണ്. അപ്പോൾ ഈ ബാക്കിൽ കാണുന്നില്ല, ഇതാണ് സംഭവം. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റി മെയിൻ CBDയിലൊരു സ്ഥലമാണ് ഈ കാണുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ന്യൂ ഇയർ പ്രോഗ്രാമൊക്കെ നടക്കുന്ന ഇവിടെയാണ്. പിന്നെ ആ കാണുന്ന ഫുള്ള് CBDs ആണ്. നമ്മുടെ കൂടുതൽ ഹോട്ടൽസും കമ്പനീസുകളെല്ലാം അവിടെയാണുള്ളത്. ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു, അതുകൊണ്ടൊരു രസമില്ല. പിന്നെ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വെച്ചു. വേറൊരു ദിവസം ബാക്കി സിറ്റിയിലെ കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വെച്ചു. ഇവിടെ പിന്നെ ഫേമസ് ഒരു ചൈന ടൗൺ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഫുഡിന് നല്ല അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു.
ഈ ക്രൗഡിൽ നിന്നിട്ട് വീഡിയോസ് എടുക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പിന്നെ നമുക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ആണ് നമ്മൾ തിരിച്ച് നെക്സ്റ്റ് വീക്കെൻഡ് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് ഓപ്പറ ഹൗസിൻ്റെ പടികളാണിത്. ഇവിടെ എല്ലാവരും ഇരുന്ന് ഫുൾ ആഘോഷത്തോടെ ഇരുന്ന് ചിറ്റ് ചാറ്റ് ചെയ്യുന്നുണ്ട്. നഗൻ്റെ മേലത്തെ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് അവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇവിടെ ഞാനിപ്പോൾ ഇതൊരു 10-40 പ്രാവശ്യം ഇവിടെ വരുന്നത്, അതുകൊണ്ട് എന്താ കാണിക്കേണ്ടതെന്ന് എന്താ കാണാൻ മാത്രമൊന്നുമില്ല. ഒരു ബിൽഡിങ് പക്ഷെ ഭയങ്കര ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേർക്കൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഞാനിങ്ങനെ കുറേ വന്നുകൊണ്ട് ഇതെന്താ നമുക്കൊരു ഇതില്ലാതായിപ്പോയി. ഇത് എൻ്റെ ഒരു 45 പ്രാവശ്യം കണ്ട് ഇവിടെ വരുന്നത്. 40 മേലെ ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ. നമ്മളിതിൻ്റെ അടുത്ത് സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരും. നൈറ്റ് ഈവനിങ് ഒക്കെ ചുമ്മാ കറങ്ങാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് റൂം വന്നിരിക്കും. അങ്ങോട്ടാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഈ ബാക്കിൽ കാണുന്നത്. അങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് ഇതാണ് ഒപ്പരേൻ്റെ പ്ലാറ്റ്ഫോമാണിത്. ഇനി ഇതാണ് ഒപ്പരേൻ്റെ ഓരോ വിങ്സ് പോലത്തെ സംഭവം. എൻ്റെ പറയുന്ന പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഇത് റെസ്റ്റോറൻ്റ് കേട്ടോ. ഇതിനുള്ളിൽ കയറാൻ കുറച്ച് നല്ല ക്യാഷ് കൊടുക്കണം. ഇതാണ് ബാക്കിലെ CBDs പറഞ്ഞാൽ നമ്മൾ ഒപ്പര ഹൗസിൻ്റെ അടുത്തുള്ള CBD ആണിത്. ഇതാണ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ. എന്താണ്ട് എല്ലാവരും ചുമ്മാ ഫാമിലിയായിട്ട് എല്ലാവരും ഇവിടെ വന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടി വരുന്നു. ആ കാണുന്നില്ലേ, ഇതാണ് ഇവിടുത്തെ ഹൈ റൈസ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ. അത് ക്രൗണാണല്ലോ ഫസ്റ്റ് കാണുന്ന ബിൽഡിങ്. അതൊരു ഹോട്ടലാണ്. പിന്നെ ഇവിടെ കുറേ സെയിൽസ് ഫോഴ്സ് അതിൻ്റെയൊക്കെ ഓഫീസാട്ടോ ഇത് കാണുന്നത്. കുറേ കമ്പനീസ് ഉണ്ട് ഇവിടെ. EY, പിന്നെ അത് ഡിലോയിറ്റ് ഉണ്ട്, കുറേ IT കമ്പനീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിവിടെ ഒരു ബിൽഡിങ്ങിൽ ഇതിങ്ങനെ ഒരു ലൈറ്റ് ഷോ വെച്ചേക്കുവാണ്. ഇത് കാണാൻ വേണ്ടിയുള്ള ആൾക്കാരെ ഇവിടെ നിൽക്കുന്നത് മൊത്തം. ബിൽഡിംഗ് കൂടെ മഴ പെയ്യുന്നുണ്ട്. എന്തൊക്കെയോ തീമുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ വായിക്കാനൊന്നുമല്ല. വെള്ളപ്പൊക്കം പോകുന്നു, വെള്ളം കുറേ പോകുന്നുണ്ട്. ഇവിടുത്തെ കണ്ടംപററി ആർട്ടിൻ്റെ ബിൽഡിങ്ങാണ്. അതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു സംഭവമാണിത്. ഇത് കണ്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ട് നിങ്ങൾക്കിത്? ദുബായിലുള്ള എന്തെങ്കിലുമായിട്ട് സാമ്യമുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒപ്പേരേൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള ഇതിലൊരു വോക്ക് വേണ്ട അവിടെ വന്നാണ്. ഇവിടെ നിന്നുള്ള ഒപ്പേരേൻ്റെ വ്യൂ ഉണ്ടോ? ഫുഡ് ട്രക്കുള്ള സ്ഥലം ഏരിയയാണ്. ആൾക്കാരുടെ ക്യൂവിൽ ആൾക്കാരുടെ എണ്ണം നോക്കി എന്ത് ക്രൗഡഡാണ്. ഒരു രക്ഷയില്ല കേട്ടോ, ഇന്ന് ഭയങ്കര ക്രൗഡഡാണ്. ഇന്ന് ഇറങ്ങണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ പിന്നെ ഓൾറെഡി ഇത് കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്കൊരു പുതുമയില്ല. പിന്നെ ഇവിടെ ടൂറിസ്റ്റായിട്ട് വരുന്ന കുറേ പേരുണ്ടാവും. പിന്നെ അതുപോലെ ഓസ്ട്രേലിയക്ക് റീസെൻ്റായിട്ട് മൂവ് ചെയ്തവർക്കൊക്കെ ഇതൊക്കെ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലൊരു അടിപൊളിയാണ്. ഇവിടുത്തെ ഫുഡ് വാൻ ഏരിയയിലേക്ക് വന്നതാണ്. ഇവിടെ ഫുള്ള് ഫുഡിൻ്റെ ഓരോ കിയോസ്ക് പോലെയുണ്ട്. അപ്പോൾ അവിടുന്ന് ഫുഡ് മേടിക്കാൻ ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്. നമ്മളും പോയിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ഏതെങ്കിലും ഷോപ്പ് കണ്ടുപിടിക്കട്ടെ, അതിന് തിരക്കില്ലാത്ത. ചിക്കൻ കെബാബിൻ്റെ ഒരു സാധനം മേടിച്ചാൽ ഈ സ്റ്റോളിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ഇവരിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ആൾക്കാർ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ഓരോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. അതിന് കൈ കിട്ടിയിട്ടുണ്ട്. ഇത് റോളാണ് മേടിച്ചത്. എങ്ങനെയായിട്ട് നോക്കട്ടെ. സാധനം കൈ കിട്ടിയിട്ടുണ്ട്, ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വലിയ രസമൊന്നുമില്ല. $22 ഓക്കെ. അങ്ങനെ സിഡ്നി സിറ്റിയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ കണ്ടത്. ഓപ്പറ ഹൗസ്, അതുപോലെ തന്നെ ഹാർബർ ബ്രിഡ്ജ്, ആ ഒരു ചെറിയ ഏരിയ മാത്രമാണ് നമ്മളിന്ന് കണ്ടത്. ഇന്ന് ഭയങ്കര ക്രൗഡഡായി, പിന്നെ അതുപോലെ ടയേർഡായി നടന്ന്. അപ്പോൾ വിചാരിച്ചു മറ്റൊരു ദിവസം മറ്റൊരു വീക്കെൻഡ് സിറ്റി ഫുള്ള് കാണിക്കാമെന്ന് വെച്ചു. ഇനിയും കുറേ കാണാൻ കിടക്കുന്നുള്ളൂ. മെയിൻ സിറ്റി സെൻറ്ററുകളൊക്കെ CBDs എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ അതെല്ലാം മേടിച്ച് കണ്ടിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ചെയ്യാം.